ഹായ് മക്കളെ, പ്രിറ്റീമിസ് ആണ്. എല്ലാവരും ഇതാ 8ാം ക്ലാസ്സിലൊക്കെ എത്തി. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ വെക്കേഷൻ അടിച്ചു പൊളിക്കാന്ന് മിസ്സിന് അറിയാം. നല്ല ഒരു അവധിക്കാലമൊക്കെ പലയിടത്തും പോയി യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഇതാ ഏപ്രിൽ മാസം ഇങ്ങ് കഴിഞ്ഞ് മെയ് എത്താനായില്ലേ. ഇതേപോലെ മെയ് കഴിയും, ജൂണിലേക്ക് എത്തും, നമ്മൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ കുറേ പേര് പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലൊക്കെ ആയിരിക്കും. യു പി സ്കൂളൊക്കെ മാറി ഹൈ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അല്ലേ. ഇനി ചെറിയ കുട്ടികളൊന്നും അല്ല എന്നൊക്കെ പല ചിന്തകളായിരിക്കും ഇപ്പം മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഠന സംബന്ധമായിട്ട് നമ്മൾ കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് മിസ് പറഞ്ഞു തരാം. ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പം ഇവിടെ പഠിക്കുന്ന രീതിയും നിങ്ങൾ പരീക്ഷ എഴുതുന്ന രീതിയും വളരെ വ്യത്യാസമുണ്ട്. 7ാം ക്ലാസ് വരെ നിങ്ങൾ പ്രവർത്തനം തന്നിട്ട് ആ പ്രവർത്തനങ്ങളാണ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത്. എന്നാൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിന് എന്നിങ്ങനെ വ്യത്യസ്ത തരം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ പദജോടി ബന്ധം നോക്കി എഴുതുക, വേർഡ് പെയർ റിലേഷൻഷിപ്പ് എഴുതുക, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ഒറ്റപ്പെട്ടവ കണ്ടെത്തുക, ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പോയിന്റ് തന്നിട്ട് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനത്തെ തരത്തിലുള്ള നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എളുപ്പമാവുന്ന കാര്യം നന്നായിട്ട് കോൺസെപ്റ്റ് പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് എഴുതും. ബേസിക് സയൻസ് പഠിക്കാൻ കുറേ ഉണ്ടെങ്കിലും പരീക്ഷ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് വരുന്നുണ്ട്, അപ്പം അതിന് മുന്നേ തന്നെ ബേസിക് കോൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ 5ലും 6ലും 7ലും പഠിച്ച കോൺസെപ്റ്റിൻ്റെ തന്നെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മറന്നു പോയ കാര്യങ്ങൾ പൊടി തട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ യോധ ബാച്ചിൽ ഇപ്പോൾ ഈ പൊടി തട്ടിയെടുക്കലാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ബേസിക് സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടോപ്പിക്കും നമ്മളുടെ ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അതിൽ നിന്ന് എങ്ങനെയാണ് 8ലേക്ക് വരുമ്പോൾ സബ്ജക്റ്റുകളിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്, പാഠഭാഗങ്ങൾ എന്തൊക്കെ കോംപ്ലക്സിറ്റി വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ബേസിക് സീരീസിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷൻ, വിവിധ തരം പോഷകങ്ങൾ എന്തൊക്കെയാണ്, ഒരു സെൽ എന്താണ്, ടിഷ്യൂസ് കലകൾ എന്താണ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ തരം ജീവികൾ അവരെങ്ങനെയാണ് തരംതിരിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയുമായി സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതിൽ തന്നെ ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ഒക്കെ ഉണ്ടല്ലോ, ഭക്ഷ്യശൃംഖല ജാലം, ഇത്തരത്തിലുള്ള ബേസിക് കോൺസെപ്റ്റുകൾ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. നമ്മളൊരു ടീമായി ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. രസകരമായ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പഠനം മാത്രമല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ക്ലാസ്സിലെ ടോപ്പ് ലെവൽ കുട്ടി ആവണമെങ്കിൽ നമ്മളെ ഡയറക്റ്റ് യോധ ബാച്ചിലേക്ക് വന്നാൽ മതി. സോ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, കോണ്ടന്റ് വീഡിയോസുകൾ ഉണ്ടാകും, ക്വസ്റ്റ്യൻ സീരീസുകൾ ഉണ്ടാകും. PYQ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചാൻസ് മിസ്സാക്കാതിരിക്കുക. സോ ജോയിൻ നൗ.